CPI മുന്നോട്ട് വെച്ച ഉപാധികൾക്ക് CPM വഴങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. LDF യോഗം നവംബർ 2-ാം തീയതി ചേരും. ഇതടക്കമുള്ള എല്ലാ വിഷയങ്ങളും രാഷ്ട്രീയമായി അവിടെ ചർച്ച ചെയ്യുകയും ചെയ്യും. അതോടുകൂടി മന്ത്രിസഭാ യോഗത്തിൽ മന്ത്രിമാർ ഇന്ന് പങ്കെടുക്കുന്ന സാഹചര്യം ഉണ്ടാവും. നമുക്കൊപ്പം റോഷിപാൽ കൂടിയുണ്ട്. റോഷി, അങ്ങനെ ആ പിരിമുറുക്കത്തിനൊരയവ് വരുന്നു. CPM തൽക്കാലം ഒന്ന് മയപ്പെടുകയാണ്. CPI മുന്നോട്ട് വെച്ചിരിക്കുന്നത് പോലെ ഉള്ള ആവശ്യങ്ങൾ, ആ രണ്ട് ആവശ്യങ്ങളും ഇപ്പോൾ പരിഗണിക്കുന്നു. ഒന്ന്, കേന്ദ്രത്തിന് ഈ പദ്ധതി ഇപ്പോൾ നടപ്പാക്കില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് പദ്ധതി മരവിപ്പിച്ചു എന്ന മട്ടിലുള്ളൊരു കത്തയക്കും. അതിന്റെ പകർപ്പ് CPI നേതാക്കൾക്ക് ലഭിക്കും. രണ്ടാമത്തത്, ഈ പദ്ധതിയുമായി മുന്നോട്ടില്ല എന്നുള്ള വിവരം മാധ്യമങ്ങളെ അറിയിക്കും. CPIയുടെ നിർബന്ധത്തിന്, CPIയുടെ പിടിവാശിക്ക്, CPIയുടെ നിലപാടിന് CPM വഴങ്ങിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. മന്ത്രിസഭാ യോഗത്തിലേക്ക് ഇനി CPI മന്ത്രിമാർക്ക് എത്താൻ തടസ്സമില്ല. പിരിമുറുക്കമയുകയാണോ റോഷി? അരുൺകുമാർ, PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട മാരത്തോൺ ചർച്ചകൾക്കൊടുവിലാണ് CPI നേതൃത്വം അനുനയത്തിന് വഴങ്ങുന്നത്. പക്ഷേ CPIയുടെ കടുംപിടുത്തം, ആ കാര്യത്തിൽ തുടർച്ചയായ ചർച്ച, അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ മുൻകൈയെടുത്ത ഏതെങ്കിലും തരത്തിൽ PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള ശ്രമം ആണ് അവസാന വട്ടവും നടത്തിയത്. ഒരു തരത്തിലും വഴങ്ങില്ലെന്ന് ഉറപ്പായതോടെയാണ് ഇങ്ങനെ പദ്ധതി താൽക്കാലികമായി മരവിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഒരുപക്ഷെ അത് വലിയ രീതിയിൽ സാമ്പത്തികമായി തിരിച്ചടി ഉണ്ടാകുമോ എന്നടക്കമുള്ള കാര്യങ്ങളുണ്ട്. കാരണം കേന്ദ്രം തടഞ്ഞുവെച്ച തുക, SSKയുമായി ബന്ധപ്പെട്ട് തടഞ്ഞുവെച്ച തുകയടക്കം നൽകുന്നത്, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ സംസ്ഥാനത്തുള്ള വിശ്വാസത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. ആ വിശ്വാസം നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നത്, അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ. അതുകൊണ്ട് മാനദണ്ഡങ്ങളിൽ ചില തിരുത്തലുകൾ ആവശ്യപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. അത് കേന്ദ്ര സർക്കാർ അംഗീകരിക്കുമോ എന്നത് പ്രധാനമാകും. ഏതായാലും ഇനി CPI മന്ത്രിമാർക്ക് ഇന്ന് വൈകിട്ട് നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിലേക്ക് പങ്കെടുക്കാം. LDFനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പ്രതിസന്ധിക്ക് അയവ് വരുന്നു. ആ പ്രതിസന്ധി മറികടക്കാൻ ഇതുവഴി സാധിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. CPIക്ക് വഴങ്ങിയാണെങ്കിലും നിലവിലെ രാഷ്ട്രീയ പ്രതിസന്ധി പൂർണ്ണമായും പരിഹരിച്ച് അത് മറികടന്ന് മുന്നോട്ട് പോകാനുള്ള ഒരു നീക്കമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയത് എന്ന് വിലയിരുത്തേണ്ടി വരും. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സീറ്റ് വിഭജന ചർച്ചകൾ നടക്കുന്ന സമയത്ത് വലിയ പൊട്ടിത്തെറിയുണ്ടായാൽ അത് LDFന് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന വിലയിരുത്തൽ. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇങ്ങനെ വിട്ടുവീഴ്ച. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുകയാണ്. അതിൽ മന്ത്രി P പ്രസാദും GR അനിലുമുണ്ട്. രണ്ടുപേരും അല്പസമയത്തിനകം ഈ യോഗത്തിന് ശേഷം പുറത്തേക്കിറങ്ങും. മില്ലുടമകളുമായി നടക്കുന്ന യോഗമാണ് സെക്രട്ടേറിയറ്റിൽ നടക്കുന്നത്. അല്പം മുമ്പ് മന്ത്രി V ശിവൻകുട്ടി ഓഫീസിൽ നിന്ന് പുറത്തേക്കിറങ്ങിയിട്ടുണ്ട്. V ശിവൻകുട്ടിയുടെ പ്രതികരണം ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം V ശിവൻകുട്ടിയാണ് ആദ്യഘട്ടം മുതൽ തന്നെ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ, ആ പദ്ധതി സംസ്ഥാനത്തേക്ക് നടപ്പിലാക്കുന്നുവെന്ന സൂചനകൾ പുറത്ത് പരസ്യമാക്കുന്നത്. അതിനുശേഷമാണ് വലിയ വിവാദങ്ങൾക്ക് തുടക്കമിട്ടതും ഈ ചർച്ചകൾ ഈ തരത്തിൽ മാറുകയും ചെയ്തത്. ഏതായാലും ഇനി LDFന് ആശ്വസിക്കാം, CPI നേതൃത്വത്തിന് ആശ്വസിക്കാം. CPI നേതൃത്വം ഒടുവിൽ വഴങ്ങുന്നു. അത് പക്ഷേ CPM നിലപാട് മാറ്റുന്നതോടെയാണ്, സർക്കാർ നിലപാട് തിരുത്തുന്നതോടെയാണ് ആ വഴങ്ങൽ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇനി CPI യോഗത്തിലെടുക്കുന്ന തീരുമാനമാണ് നിർണായകം. ഇനി ഏതായാലും തർക്കങ്ങളില്ല, തർക്കങ്ങൾ തൽക്കാലത്തെങ്കിലും അവസാനിക്കുന്നു എന്നതാണ് LDFന്. റോഷിപാൽ, ഇപ്പോൾ വഴങ്ങുന്നു എന്ന് പറയുമ്പോൾ എന്താണോ CPI ആവശ്യപ്പെട്ടത് അതിലേക്ക് CPM നേതൃത്വം എത്തുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? കാരണം PM ശ്രീയുമായി മുന്നോട്ട് പോകാനാവില്ല എന്ന് കേന്ദ്രത്തിന് കത്തയക്കണം എന്നത് തന്നെയായിരുന്നു ഇപ്പോൾ CPI ആവശ്യപ്പെട്ടിരുന്നത്. അങ്ങനെ ഒരു കത്ത് തയ്യാറാക്കുന്നു, ആ കത്ത് പുറത്തുവിടുന്നു, ആ കത്ത് കേന്ദ്രത്തിന് അയക്കുന്നു. പിന്നീട് കേന്ദ്രം എന്ത് തീരുമാനിക്കുന്നു എന്നുള്ളത് വേറെ വിഷയമാണ്. പക്ഷേ ഇവിടെ എടുക്കുന്ന സമീപനമാണല്ലോ പ്രധാനം. അപ്പോൾ PM ശ്രീയുമായി മുന്നോട്ട് പോകാൻ പറ്റാത്തത് എന്തുകൊണ്ട് എന്താണ് വിശദീകരിക്കുക? ഈ ധാരണാപത്രത്തിൽ ഒപ്പിട്ട ശേഷം പിന്മാറൽ സംസ്ഥാനങ്ങൾക്ക് സാധ്യമല്ല എന്നിരിക്കെ എന്ത് വിശദീകരണമാണ് CPM കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? എന്താണ് അതിലൊരു വ്യക്തതയുണ്ടോ റോഷിപാൽ? സ്മൃതി, മാനദണ്ഡങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തണമെന്ന ഒരാവശ്യം സംസ്ഥാനം മുന്നോട്ട് വെക്കാനാണ് സാധ്യത. ആ കാര്യത്തിൽ അല്പസമയത്തിനകം തന്നെ ഒരു വ്യക്തത വരും. അങ്ങനെയല്ലാതെ PM ശ്രീ പദ്ധതി മരവിപ്പിക്കുക അസാധ്യമായിരിക്കും. കാരണം ഇതിൽ MOU ഒപ്പുവെച്ചതാണ്. ആ പദ്ധതി നടപ്പിലാക്കുമെന്ന കാര്യത്തിൽ ധാരണയായതാണ്. പിന്നീട് അത് പിന്നോക്കം പോവുക അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച് ഇത് വൈകിപ്പിക്കുക എന്നത് മാത്രമായിരിക്കും. ഏതായാലും ഈ കാര്യത്തിൽ മറ്റൊരു വഴി സർക്കാരിന് മുന്നില്ല. കാരണം CPI കൃത്യമായ നിലപാടെടുത്തു, ഒരു പിന്മാറ്റവുമില്ല. കാരണം വർഗീയ ഫാസിസ്റ്റുകൾ അവരുടെ അജണ്ട നടപ്പിലാക്കാൻ വിദ്യാഭ്യാസ മേഖല ഉപയോഗിക്കും. അത് PM ശ്രീ പദ്ധതി വഴിയാണ്. NEPയുടെ തുടക്കം തന്നെയാണ് PM ശ്രീ എന്ന
കൃത്യമായ നിലപാടെടുത്ത് CPI മുന്നോട്ട് പോകുന്നു. CPI കടുംപിടുത്തമായിരുന്നു ഈ കാര്യത്തിൽ. അവിടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുത്ത നിലപാടിൽ നിന്നും പിന്നോക്കം പോകാൻ നിർബന്ധിതമാകുന്നു. പ്രത്യേകിച്ച് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ഉൾപ്പെടെയാകാം ഒരുപക്ഷെ കടുത്ത നിലപാടെടുത്ത് മുന്നോട്ട് പോകാതെ CPIക്ക് വഴങ്ങാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുന്ന മുഖ്യമന്ത്രി തന്നെ മുൻകൈയെടുത്ത തുടർച്ചയായ 2 ദിവസം നടത്തിയ ചർച്ചകൾക്കൊടുവിൽ PM ശ്രീ പദ്ധതിയിൽ നിന്നും തൽക്കാലത്തേക്കെങ്കിലും സർക്കാർ പിന്മാറുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. CPIയെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്രീയ നിലപാടിന്റെ വിജയം അത് താൽക്കാലികമാണെങ്കിലും അത് ആ വിജയമായി തന്നെ നമുക്ക് വിലയിരുത്തേണ്ടി വരും. കാരണം ഏറ്റവും നിർണായകമായ സാഹചര്യത്തിൽ ആ കൃത്യമായ നിലപാടെടുക്കുകയും ആ നിലപാടിൽ നിന്നും വലിയ സമ്മർദ്ദമുണ്ടായിട്ടും പിന്നോട്ട് പോകാതിരിക്കുകയും ചെയ്തതാണ് CPI. ആ നിലപാടിനൊടുവിൽ CPM സർക്കാരിനെ നയിക്കുന്ന CPMന് വഴങ്ങേണ്ടി വന്നു എന്നതാണ്. നേരെ മറിച്ച് എന്തുകൊണ്ട് ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നു എന്ന് കേന്ദ്ര സർക്കാരിനെ കൃത്യമായി ബോധ്യപ്പെടുത്തേണ്ടി വരും. പദ്ധതി